ഹലോ കൂട്ടുകാരെ, ഞാൻ അടുക്കള ചെറിയ ചെറിയ പണികളിലായിരുന്നു. ഒന്നുമില്ല, കുറച്ച് പച്ചക്കറി വാങ്ങിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കഴുകി വെച്ചു. ഇഞ്ചി കഴുകി വെച്ചു. ഇഞ്ചിയാണ് കൂടുതലും ചായയിലിട്ട് കേട്ടോ. അങ്ങനെ പച്ചക്കറിയൊക്കെ കഴുകി ഫ്രിഡ്ജിനകത്തെല്ലാം വെച്ചു. അപ്പം അത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഞാൻ അതിൻ്റെ അടുത്ത് ഇവിടെ കുറച്ച് നേരം ഓട്സ് ഉണ്ടാക്കി. ഇനിയിപ്പോൾ അവിടെ എന്താണാവോ പരിപാടി നോക്കട്ടെ. ചിലപ്പോൾ പിണങ്ങിയിരിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ പിണങ്ങിയിരിക്കുകയാണോ? എടാ പൊന്നു, ഹലോ, അമ്മ അടുക്കളയിൽ കുറേ പണി ഉണ്ടായിരുന്നു, അതാ വരാഞ്ഞേ. അതേ കഴിഞ്ഞു. ഇതേ നിനക്ക് ഓട്സ് ഉണ്ടാക്കി. അമ്മ ഇവിടെ തന്നെ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ഇന്നിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ചൂടാറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്ന് ചൂടാറണ്ടേ. ഹലോ, എന്ത് പറ്റി? വാട്ട് ഹാപ്പൻ? അയ്യോ, നമ്മുടെ എൻ്റെ കാലുമത്തെ വേദന മാറിയിട്ടില്ല കേട്ടോ. കാരണം ചെറിയൊരു നീരുണ്ട്. ചേട്ടാ, ഇവിടെ ഇട്ട് ചെറിയൊരു നീരുണ്ട്. അതെന്തോ കാലും മടങ്ങിയതാ തോന്നുന്നുണ്ട്. അതോട്ടെ. എന്ത് പറ്റി മാവി? ഹലോ, ഇതെല്ലാവരും കാണുന്നുണ്ടാ, നമ്മുടെ വ്യൂവേഴ്സൊക്കെ കാണുന്നുണ്ട്. എന്ത് പറ്റി പറ. കുറെ നേരമായി പടക്കം പൊട്ടിച്ച് തുടങ്ങിയിട്ട്. അത് നമ്മുടെ വീട്ടിൽ കുറേ പടക്കം ബാക്കിയുണ്ടായിരുന്നു. അന്ന് വിഷു കണി വെച്ചന്ന് രാവിലെ മാത്രമേ ലേശ പൊട്ടിച്ചുള്ളൂ. എനിക്ക് തോന്നി ഞാനിങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നു പടക്കം പൊട്ടുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇരിക്കാം. പക്ഷേ അടുക്കളയിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. ഗുണ്ട് പൊട്ടിയതാവും പ്രശ്നം ഉണ്ടായിണ്ടാവുക. അന്തുവിന് പടക്കം ഭയങ്കര പേടിയാട്ടാ. കമ്പിത്തിരി മത്താപ്പൊക്കെ ഇഷ്ടമാണ്. ഓലപ്പടക്കം, മാലപ്പടക്കം അത്ര കുഴപ്പമില്ല. മാലപ്പടക്കം പെട്ടെന്ന് പൊട്ടി തീരുമല്ലോ. ഓലപ്പടക്കം ഗുണ്ടും ഭയങ്കര പേടി കുട്ടിക്ക്. ഗുണ്ട് ഞാൻ ഗുണ്ട് പൊട്ടുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ മേലെഴുകായിരുന്നു. മേലെഴുകി വഴക്ക് വയ്ക്കുന്ന സമയത്ത് ഗുണ്ട് പൊട്ടണം. ഇന്നലെ രാത്രി 10 മണിക്ക് 10:30 ആയിട്ട് ഞാൻ കിടക്കുമ്പോഴും ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവര് കഴിഞ്ഞു. അതൊക്കെ ഒന്ന് കത്തിച്ച് തീരണ്ടേ. ഇനി നമ്മളോട് ഓലപ്പടക്കം ബാക്കിയെന്ന് പറയുന്നുണ്ട്. വാങ്ങുമ്പോൾ അങ്ങോട്ട് കുറേ വാങ്ങും. എന്നിട്ട് എന്തൊക്കെ ബാക്കിയാ കഴിഞ്ഞ പെണക്കായതുകൊണ്ട് എന്നോട് പണിയെടുക്കതിന്. എന്നോട് പണിയിട്ട് എന്തായാലും പേടിച്ചു. ശരി, നാണാവില്ലേ ഇത്രയും വലിയ കുട്ടി പടക്കം പൊട്ടിക്കണായിട്ട് പേടിയെന്ന് പറഞ്ഞാൽ. പേടിന്ന് പറഞ്ഞ അങ്ങനെ ഞാൻ വേണച്ചാരിഞ്ഞു പേടിക്കുവോ? അതില്ലേ, അതാണ് ചോദിച്ച ചോദ്യം ശരിയല്ലേ. വേണച്ചാരിങ്ങനെ പേടിക്കുമെന്ന്. വേണച്ചാരും പേടിക്കില്ല. ആനമൂക്ക് കുട്ടിയെ ശ്രമിക്കുന്നുണ്ട് പേടി മാറ്റാൻ. പേടി മാറ്റാൻ അത് കൊല്ലത്തിൽ ഒരിക്കൽ വിഷുവിന് പടക്കം പൊട്ടിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റും. മുഖത്തൊക്കെ എന്തൊരു വെളിച്ചെണ്ണ ഇതാ. പടക്കം പൊട്ടിക്കുമ്പോൾ എന്തുണ്ട് ഇവിടെ പൊട്ടിക്കാതിരിക്കുമോ എന്ന് പറയാൻ പറ്റും. നമ്മുടെ വീട്ടിൽ പിന്നെയും പറയാം. പക്ഷേ ചേച്ചിയുടെ മോഹൻ സമ്മതിക്കില്ല. അവന് പൊട്ടിക്കാതെ പറ്റില്ല. കൊല്ലത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ എന്നൊക്കെ പറയും. ഞാൻ അവനെ കളിയാക്കും. പേടിയാന്ന് പറഞ്ഞാൽ അവൻ കൂടുതൽ പൊട്ടിക്കാൻ നിൽക്കും ഇവനെ പേരിടിപ്പിക്കാനായിട്ട്. അതിന് ഞാൻ പേടിയുടെ കാര്യം മിണ്ടില്ല. പേടിയില്ല, ഇൻട്രസ്റ്റ് ഇല്ലായ്മ. നിനക്ക് കയ്യിനും കാലിനൊന്നും കുഴപ്പമില്ലാത്ത കുട്ടിയെ നീ ഇപ്പൊ അതിന്റെ ഇരട്ടി പൊട്ടിക്കും പോയിട്ട്. നമ്മുടെ അപ്പു പൊട്ടിക്കുന്നില്ലയോ? അപ്പൊ പേടിച്ചിട്ടില്ല. അപ്പൊ അതിൽ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടെന്നാ പേടിയാന്നാ പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചു 17 വയസ്സായി പേടിത്തൊണ്ട്. 17 വയസ്സായി പേടിത്തൊണ്ട്. ഇവിടെ 21 വയസ്സായി പേടിത്തൊണ്ട്. കാര്യം എന്നൊക്കെ പറയാനും ഗുണ്ടിന്റെ സൗണ്ട് എനിക്കും ഇഷ്ടമല്ല കേട്ടോ. പെട്ടെന്ന് നമ്മുടെ ഹാർട്ടിനെ ഇടിക്കും പെട്ടെന്ന് അത് പൊട്ടണ കേട്ട് കഴിഞ്ഞാൽ. മാലപ്പടക്കം ഓക്കെ, ഓലപ്പടക്കം ഇഷ്ടമല്ല, ഗുണ്ടും ഇഷ്ടമല്ല. എനിക്ക് ഓലപ്പടക്കം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കുമ്പോൾ ഒരു കുറേ ഉണ്ടാവുമല്ലോ. അത് മുഴുവൻ പൊട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നും. മത്താപ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മത്താപ്പ. മത്താപ്പല്ല, സോറി, മത്താപ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ സാധനമല്ലേ, തീപ്പെട്ടിയല്ലേ കുറയ്ക്കുന്നത്. മേശപ്പൂ, സോറി, മേശപ്പൂ. മത്താപ്പ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു പെട്ടി മത്താപ്പ കിട്ടുക. ഒരു പെട്ടി കമ്പിത്തിരും. ഞാൻ 5 ആൾക്കും 6 ആൾക്കും കൂടി കിട്ടുന്ന ഒരു പെട്ടി കമ്പിത്തിരി, ഒരു പെട്ടി മത്താപ്പും. എല്ലാവരും ഓരോന്നത് കത്തിക്കും. അന്നൊക്കെ അതിനുള്ള പാകമുള്ളൂ വീട്ടിൽ. സദ്യയൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ പടക്കൊന്നും വാങ്ങിക്കളയാൻ കാശ് ഇല്ല. ഒരു കമ്പിത്തിരിയോ ഒരു നോക്ക് വേർത്തിട്ട് ഒരു കമ്പിത്തിരിയോ ഒരു മത്താപ്പോ ഒക്കെ അമ്മ വാങ്ങിക്കൊണ്ട് തരാം ഞങ്ങൾക്ക്.
കാരണം എൻ്റെ അച്ഛൻ എനിക്ക് 4 വയസ്സുള്ളപ്പോൾ മരിച്ചു. പിന്നെ അമ്മയും ആങ്ങളെയാണ് ഞങ്ങളെ നോക്കി കൊണ്ടുവന്നിട്ടുള്ളത്. ആങ്ങളയ്ക്ക് കുറച്ച് പഠിത്തം ഇടയിൽ നിർത്തേണ്ട വന്നു. കുടുംബത്തിൻ്റെ പ്രാരബ്ധം അമ്മോട് കൂടി ഏറ്റെടുക്കാനായിട്ട് ആങ്ങളെയാണ്. അപ്പോൾ ആൾ പകുതിക്കെന്ന് ആൾക്കത് എന്താ പറയുക നിർത്തേണ്ടൊന്നും ഞാൻ സ്റ്റാൻഡിൽ വെച്ചിട്ടില്ല. അതങ്ങനെ ഇടയ്ക്ക് വിരിച്ച് പോണ്. അപ്പോൾ നമുക്കത് കിട്ടിയാൽ മതി. നമുക്ക് ഭയങ്കര സന്തോഷമാണ് അത് കിട്ടിയാലും. ഇന്നത്തെ കുട്ടികളെ പോലെ എൻ്റെ ചേച്ചിയുടെ മോൻ 25,000 രൂപയ്ക്ക് പടക്കം വാങ്ങിയെന്നാണ്. എൻ്റെ പുതിയ വീടാണ്. അപ്പോൾ കൂട്ടുകാരന്മാരൊക്കെ ഒന്ന് പൊട്ടിക്കാനൊക്കെ ആയിട്ട് അവരെ വിഷുവിൻ്റെ തലേദിവസം അവിടെ എന്താ പറയുക സംക്രാന്തി വേല നാനെന്തോ ആയിരുന്നു. ഞങ്ങൾ പോയിരുന്നു. പക്ഷെ അമ്പലത്തിൽ നിന്ന് പോയില്ല. ചൂട്ടത്തെ എവിടേക്ക് പോകാൻ തോന്നി, വീടിനകത്ത് തന്നെ ഇരുന്നു. അപ്പോൾ ഞാൻ അവിടെ കണ്ടു വാങ്ങി വെച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അതൊക്കെ ഒരു ക്രേസാണ്. പൈസ ഒന്നൊരു പ്രശ്നമല്ല. പക്ഷേ എനിക്കിഷ്ടമല്ല ടൈബൊക്കെ പൊട്ടിച്ച് കളയുന്ന സാധനങ്ങൾ 3 രൂപയ്ക്ക് വാങ്ങാമെന്നൊക്കെ പറഞ്ഞാൽ. അത് നമുക്ക് ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റി, അല്ലെങ്കിൽ നമുക്ക് അത്രയും പൈസ പടക്കം വാങ്ങി കളയുന്ന നേരം അത് ആഗ്രഹിക്കുന്ന വല്ലവരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വാങ്ങി കൊടുത്ത സന്തോഷമല്ലേ. പക്ഷെ ഇന്നത്തെ കാലത്ത് ആർക്കും അങ്ങനെ ആഗ്രഹമില്ല. പിന്നെ വല്ല അങ്ങനെ ഉൾപ്രദേശത്തേക്കും നമ്മുടെ ഭാഗമൊക്കെ ഇങ്ങനെ ടൗണായ കാരണം ഈ ഭാഗത്തൊന്നും ആർക്കും അങ്ങനെ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നവരൊന്നും കാണുന്നില്ല അല്ലേ. അപ്പോൾ പിണക്കൊക്കെ പോയില്ലേ, ഇനി ഓക്കെയല്ലേ. അപ്പം ഞാൻ ഓട്സ് ഒരാൾ പരിപാടി നോക്കട്ടെ. എന്നും ഓട്സ് അജ് ഇങ്ങോട്ട് അജു തലയിലല്ലേ. ഇവിടെ തലയിൽ ഉമ്മ വേണ്ടോ. ഈ മൂക്കൊണ്ട് പിടിച്ച് ഞാൻ പിടിച്ചത് ഇങ്ങനെ ആന മൂക്കായി തോന്നുന്നുണ്ട്. ആനമൂക്കൻ അതിന് കുറേ പേരുണ്ട് കേട്ടോ, കുറ്റപ്പേരുണ്ട് കേട്ടോ. ഒന്ന് ആനമൂക്കൻ, ഒന്ന് ചൊറിയനന്തു. എന്താ ചൊറിയനന്തു എന്നറിയോ? എന്നെ കണ്ടപ്പോൾ പറയും അമ്മ എനിക്ക് അവിടെ ചൊറിയുണ്ട്. ഇവിടെ തൊട്ട് പറയാം അവിടെ ചൊറിയുണ്ട്. ഇവിടെ തന്നെ ചെവി തൊട്ട് പറയും ചെവി അവിടെ തന്നെ, അവിടെ തന്നെ. തല തൊട്ട പറയും അവിടെ തന്നെ. അപ്പം ഞാൻ അവന് പേരിട്ടത് ചെറിയനന്തെന്ന്. ചെറിയനന്തു വലിയ പിന്നെന്താണ് ആനമൂക്കൻ, പിന്നെന്തൊക്കെയോ ഉണ്ട്, ഓർമ്മ വരുമ്പോൾ പറയാം. അപ്പോൾ ഓക്കെ ബൈ.